NHAI നിയോഗിച്ച 3-അംഗ സ്വതന്ത്ര സംഘമാണ് ദേശീയപാത തകർന്ന കൂരിയാടെത്തി പരിശോധന നടത്തിയത്. റോഡിലെ വിള്ളലുകളും മണ്ണിന്റെ ഘടനയും തകർന്ന സർവീസ് റോഡും സംഘം പരിശോധിച്ചു. കൂരിയാട്ടെ ജനങ്ങൾ അവരുടെ ആശങ്കകൾ സംഘത്തോട് പങ്കുവച്ചു. അടിത്തട്ടിലെ മണ്ണിന്റെ പ്രശ്നമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിവരങ്ങളും ശേഖരിച്ച് വരുന്നേ ഉള്ളൂ, ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ ടീം ലീഡറുണ്ട്, പ്രൊഫസർ GV റാവു. അദ്ദേഹം IT ഡൽഹിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്. ഇപ്പൊ സാറ് ആലോചിച്ചിട്ട് ഫൈനൽ ആവുള്ളൂ. പരിശോധനയിൽ തൃപ്തരല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് എന്ന് സമർപ്പിക്കുമെന്നോ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നോ വ്യക്തമാക്കാത്തതിനെതിരെ പ്രതിഷേധമുയർന്നു. നമ്മുടെ ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ശരിക്കും പറയാൻ അവർക്ക് തയ്യാറല്ല. ശരിക്കും ഇത് ആ താഴെ പാടത്തിറങ്ങി നിന്നിട്ട് ഇത് എന്ത് ചെയ്യണം, പിന്നെ പരിശോധിക്കണം, അതിനവർ തയ്യാറായിട്ടില്ല. തലപ്പാറയിൽ കണ്ടെത്തിയ വിള്ളലിന് പിന്നാലെ മമ്മാലിപ്പടിയിലും പുതിയ വിള്ളൽ കണ്ടെത്തി. ദേശീയപാത തകർന്ന കൂരിയാട് നിന്നും 5 കിലോമീറ്റർ മാറിയാണ് പുതിയ വിള്ളൽ. ഈ കൈവരിയുടെ മുകൾ ഭാഗത്ത് നിന്ന് വിള്ളൽ തുടങ്ങി ഇങ്ങനെ റോഡിന്റെ നടുകെ ഇങ്ങനെ വിള്ളലുണ്ടായി. അത് തൊട്ടപ്പുറത്തെ കൈവരി വരെ ആ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള വിള്ളൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരിടത്ത് പോലും ഈ വിള്ളൽ ബ്രേക്ക് ചെയ്യുന്നു. സംഭവത്തിൽ KNRCL കരാർ കമ്പനി ഇതുവരെ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. ഇതേ തുടർന്ന് യൂത്ത് കോൺഗ്രസ് കോഹിനൂരിലുള്ള കമ്പനി ആസ്ഥാനം ഉപരോധിച്ചു. പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചതോടെ മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു നീക്കി. ചെറിയ മഴ വന്നപ്പോഴേക്കും ഇത്രയധികം വിള്ളലുകളും ഇത്രയധികം പൊളിയലും ഉണ്ടായത് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരാശങ്കയാണ് ഉണ്ടാകുന്നത്. മലപ്പുറത്ത് മാത്രം 3 വിള്ളലുകളാണ് കണ്ടെത്തിയത്. മഴയെത്തും മുൻപേ ഇതാണ് സ്ഥിതിയെങ്കിൽ മഴ ശക്തിയായി പെയ്താൽ ദേശീയപാതയുടെ സ്ഥിതി എന്താകുമെന്നതാണ് ആശങ്ക. കൃത്യമായ പരിശോധനയും പരിഹാരവുമാണ് ഉടനടി ആവശ്യം. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.